നമ്മുടെ വീട്ടിലൊക്കെ തൊലി കറുത്ത നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, അത് കറുത്ത് പോയാൽ പിന്നെ അത് കഴിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയാലോ? നല്ല സ്വീറ്റി ആയിട്ടൊരു ഡിഷാണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പാത്തൂസ് കിച്ചൻ എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു 3-4 പീസാക്കി കട്ട് ചെയ്തിട്ട് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ പാടില്ല കേട്ടോ, ആവിയിലിട്ട് വെച്ച് തന്നെ പുഴുങ്ങുക, അല്ലെങ്കിൽ അതിൽ വെള്ളം കയറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിതിനെ ഒരു 5 മിനിറ്റ് ആവിയിൽ വെച്ച് നല്ല രീതിയിലൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ അതിൻ്റെ തോല് ഊരി മാറ്റാം. പഴത്തെ നമുക്കൊന്ന് അടിച്ചെടുക്കണം, നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് ചൂടോടെ തന്നെ അതിൻ്റെ തോല് കളഞ്ഞാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ആറിപ്പോയാൽ നല്ല രീതിയിൽ അടിഞ്ഞു കിട്ടത്തില്ല. നല്ല ചൂടോടെ ആയതുകൊണ്ട് തന്നെ പോർക്ക് വെച്ചാണ് ഞാൻ അതിൻ്റെ തോല് മുഴുവൻ കളഞ്ഞെടുത്തത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുഴമ്പ് രൂപത്തിലൊന്നാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ അത് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ തേങ്ങ ഒന്ന് വറുത്ത്, ആ നെയ്യൊന്ന് നല്ല രീതിയിൽ മെൽട്ടായി വരുമ്പോൾ നമുക്ക് തേങ്ങ അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് ബ്രൗണിഷ് ആയിട്ട് വറുക്കണ്ട, നമുക്ക് ആ ഒരു തിക്കായിട്ടൊരു തേങ്ങ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടൊരു ഒരം വരുമല്ലോ, ആ ഒരു ടൈം നമുക്ക് എടുക്കാം. കളർ മാറുന്നത് വരെ വെക്കണ്ട. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. ഇതിനായിട്ടൊരു 4 കഷ്ണം ബ്രെഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കഷ്ണമായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിൻ്റെ അടുത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഏലക്ക പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല, കുറച്ചുകൂടി ലൂസായിട്ടൊക്കെ പോവുകയാണ് അതിൻ്റെ മാവെങ്കിൽ ഒരു 2 കഷ്ണം ബ്രെഡ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന റോളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചപ്പാത്തി പരത്തുന്ന ബോർഡോ മറ്റോ യൂസ് ചെയ്യാം. ആ റോളിനെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതേപോലെ അതൊന്ന് ചുരുട്ടി കൊണ്ടുവരണം കേട്ടോ. ഒരു ജിലേബിയുടെയൊക്കെ ഒരു മോഡലിൽ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ നൈസായിട്ട് ഇതേപോലെ ഇതേ ഒരു കനത്തിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതൊന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. സിമ്പിളാണ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് അടി വരുന്ന ഒരു പാത്രമാണ് എടുക്കേണ്ടത്. അതിനകത്ത് നല്ല രീതിയിൽ എണ്ണ ഒന്ന് തൂകിയതിന് ശേഷം നമ്മുടെ പരത്തി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് മുരിയാനായിട്ട് വെക്കണ്ട. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലും സൈഡിലൊക്കെ കുറേശ്ശെ എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തടവി കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നോളും. സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം അത് ഇളക്കുകയും വെക്കുകയൊക്കെ ചെയ്യാവും, എല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിത് ഏകദേശം എല്ലാം പൊരിച്ച് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കറുത്ത് പോയാൽ കളയുന്ന കായ് കൊണ്ട് നമുക്ക് ഇങ്ങനെയും ഇത് രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കായ് കൊണ്ട് ചെയ്യാൻ പറ്റിയ. വരും ദിവസങ്ങളിൽ അത് ആ രീതിയിലുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്വീറ്റാണ്, സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.